നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കുറിച്ചാണ്, ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ച്. വെറും 2 മാസത്തിനുള്ളിൽ 133% വളർച്ചയോടെ ഏകദേശം 42,000 കോടി രൂപയുടെ വർധനവാണ് ഈ ഓഹരിയുടെ വിപണി മൂല്യത്തിൽ ഉണ്ടായത്. എന്നാൽ ഇന്ന് ഓഹരിയിൽ വലിയൊരു സെൽ ഓഫ് നമ്മൾ കണ്ടിരുന്നു. ഓഹരി 11% നഷ്ടത്തിൽ 675 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ അവസരത്തിൽ നിക്ഷേപകർക്കിടയിൽ ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇതായിരിക്കും: ഇപ്പോൾ ഈ ലാഭം എടുത്ത് മാറണോ, അതോ ഇനിയും വലിയ ലക്ഷ്യങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കണോ? അതിനു മുൻപ് ആദ്യം ഓഹരിയിലുണ്ടായ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആഗോളതലത്തിൽ ചെമ്പിന്റെ വിലയിലുണ്ടായ വർധനവ് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. നമുക്കറിയാം, ലോകം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്കും ഗ്രീൻ എനർജിയിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ പാനലുകളായാലും വിൻഡ് മില്ലുകളായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ മോട്ടോറുകളായാലും കോപ്പർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. ഈ ഡിമാൻഡ് തിരിച്ചറിഞ്ഞ നിക്ഷേപകർ ഹിന്ദുസ്ഥാൻ കോപ്പറിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ഖനനം മുതൽ ശുദ്ധീകരണം വരെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്ന ഏക കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. നിലവിൽ അവരുടെ മലാഞ്ച്ഗഡ് ഖനന പദ്ധതി വിപുലീകരിക്കുന്നതിലൂടെ ഉൽപാദന ശേഷി ഇരട്ടിയാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഈ വിപുലീകരണ പദ്ധതികൾ കമ്പനിയുടെ ഭാവി വരുമാനത്തിൽ വലിയ മാറ്റം വരുത്തുമെന്ന് വിദഗ്ധർ കരുതുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്കണോമിക് സർവേയിൽ കമ്പനിക്ക് അനുകൂലമായ മറ്റൊരു പ്രധാന കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. 2025-26 സാമ്പത്തിക സർവേ പ്രകാരം ലോകത്ത് ചെമ്പിന്റെ ഡിമാൻഡ് നിലവിൽ വിചാരിക്കുന്നതിലും വേഗത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമല്ല കാരണം. ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പുതിയ വില്ലൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കാൻ കൂറ്റൻ ഡാറ്റാ സെന്ററുകൾ ആവശ്യമാണ്. ഈ ഡാറ്റാ സെന്ററുകൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വൈദ്യുതി വേണ്ടിവരും. ഈ വൈദ്യുതി എത്തിക്കുന്നതിനും സിസ്റ്റങ്ങൾ തണുപ്പിക്കുന്നതിനും മറ്റ് കണക്ടിവിറ്റികൾക്കും ടൺ കണക്കിന് കോപ്പർ ആവശ്യമാണ്. ലോകം മുഴുവൻ ഇപ്പോൾ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാൻ മത്സരിക്കുമ്പോൾ ചെമ്പിന്റെ ഡിമാൻഡ് അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ലോകം നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം കോപ്പർ ക്ഷാമമാണ്. പുതിയ കോപ്പർ ഖനികൾ കണ്ടെത്താനോ ഉൽപാദനം കൂട്ടാനോ വർഷങ്ങളെടുക്കും. ഡിമാൻഡ് കൂടുകയും വിതരണം കുറയുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഒരു ഷോർട്ടേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ മേഖലയിൽ കുത്തക കൈവശമുള്ള ഹിന്ദുസ്ഥാൻ കോപ്പറിന് ഈ സാഹചര്യം വലിയ ലോട്ടറിയാണ്. ലോകം മുഴുവൻ ചെമ്പിനായി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനം ആഗോള വിപണിയിൽ ഒരു പ്രധാന ശക്തിയായി മാറുകയാണ്. എങ്കിലും നിക്ഷേപകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓഹരി വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ അതിന്റെ PE റേഷ്യോ അല്പം ഉയർന്ന നിലയിലാണ്. അതായത് ഈ കമ്പനി ഇപ്പോൾ അല്പം ഓവർ വാല്യൂഡ് ആണോ എന്ന സംശയം പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ ഉണ്ടാകാവുന്ന കാലതാമസം ഒരു റിസ്ക് ഘടകമാണ്. ഇനി ടെക്നിക്കൽ പരിശോധിച്ചാൽ വർഷങ്ങളായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ നിന്നിരുന്ന ഓഹരി ഇപ്പോൾ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന റെസിസ്റ്റൻസ് ഭേദിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഓഹരിയിൽ വലിയൊരു കുതിപ്പിന് തുടക്കമിട്ടിട്ടുണ്ട്. നിലവിൽ ഈ ഓഹരി അതിന്റെ 50-day, 100-day, 200-day മൂവിംഗ് ആവറേജുകൾക്ക് മുകളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡിന്റെ ലക്ഷണം തന്നെയാണ്. താഴേക്ക് ചെറിയൊരു കറക്ഷൻ ഉണ്ടായാൽ പോലും ഈ മൂവിംഗ് ആവറേജുകൾ ശക്തമായ സപ്പോർട്ട് നൽകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓഹരിയുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിലവിൽ 70-ന് മുകളിലാണ്. ഇതിനർത്ഥം ഓഹരി ഇപ്പോൾ ഓവർബോട്ട് മേഖലയിലാണ് എന്നാണ്. സാധാരണയായി RSI ഇത്രയും ഉയർന്നാൽ വിപണിയിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസോളിഡേഷൻ പ്രതീക്ഷിക്കാം. ഇന്ന് വിപണിയിൽ കണ്ടതും ഇതുതന്നെയാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഓവർബോട്ട് സോണിൽ തുടരുന്നതിനാൽ ഹ്രസ്വകാലത്തേക്ക് ഓഹരിയിൽ കൺസോളിഡേഷൻ തുടരുന്ന സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലാഭമെടുപ്പ് തുടരാനുള്ള സാധ്യതയും തള്ളിക്കളയരുത്. നിലവിലെ വിലയിൽ പൊസിഷൻ എടുക്കുന്ന നിക്ഷേപകർക്ക് റിസ്കിനനുസരിച്ചുള്ള റിട്ടേൺ ലഭിക്കില്ല എന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. വരും സെഷനുകളിൽ 790 രൂപ, 830 രൂപ എന്നീ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസുകളായി പ്രവർത്തിക്കാം. ഈ കടമ്പകൾ കടന്നാൽ ഓഹരി ഇനിയും ഉയരങ്ങളിലേക്ക് പോയേക്കാം. അതല്ല, ഓഹരി താഴേക്ക് വരികയാണെങ്കിൽ 700-690 രൂപ നിലവാരം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നിക്ഷേപകർക്ക് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് 650 രൂപ നിലവാരത്തിൽ വെക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ടെക്നിക്കൽ ചാർട്ടുകൾ പ്രകാരം ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വാങ്ങുന്നതിനേക്കാൾ വില അല്പം താഴേക്ക് വരുമ്പോൾ വാങ്ങുന്നതാവും റിസ്ക് കുറയ്ക്കാൻ നല്ലത്. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ കോപ്പറിന്റെ ആഗോള ഡിമാൻഡും കമ്പനിയുടെ വിപുലീകരണവും ഗുണകരമായേക്കാം. എന്നാൽ ഹ്രസ്വകാലത്തേക്ക് ലാഭം ലക്ഷ്യമിടുന്നവർക്ക് ഒരു ഭാഗികമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആലോചിക്കാവുന്നതാണ്. ഏതായാലും അടുത്ത ബജറ്റിലെ പ്രഖ്യാപനങ്ങളും ആഗോള വിപണിയിലെ ചെമ്പുവിലയും ഈ ഓഹരിയുടെ ഭാവിയിൽ നിർണായകമാകും. Yeah.